നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തൃശൂർ ചാലക്കുടി ബിവറേജ് കോർപ്പറേഷനിൽ മോഷണം. കൂട്ടുതകർത്ത് മോഷ്ടാക്കൾ വില കൂടിയ വിദേശ മദ്യങ്ങൾ മോഷ്ടിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും അന്നമനട പൂവത്തുശ്ശേരിയിൽ മരം വീണ് വീട് തകർന്നു. കണ്ണമ്പുഴ ലാലി ജോസഫിന്റെ വീടാണ് തകർന്നത്. ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പാമ്പുകടിയേറ്റ കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചതാണെന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. വാർത്തകൾ വിശദമായി. തൃശൂർ ചാലക്കുടി ബിവറേജ് കോർപ്പറേഷനിൽ മോഷണം. കൂട്ടുതകർത്ത് മോഷ്ടാക്കൾ വില കൂടിയ വിദേശ മദ്യങ്ങൾ മോഷ്ടിച്ചു. CCTV ക്യാമറകൾ തകർത്ത ശേഷമാണ് ഇന്നലെ രാത്രി മോഷ്ടാക്കൾ കെട്ടിടത്തിന് അകത്ത് കയറിയത്. ചാലക്കുടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും അന്നമനട പൂവത്തുശ്ശേരിയിൽ മരം വീണ് വീട് തകർന്നു. പൂവത്തുശ്ശേരി കണ്ണമ്പുഴ ലാലി ജോസഫിന്റെ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. ചിലപ്പോൾ 6 മാസമൊക്കെ എടുക്കാറുണ്ട്. ആ പൈസ ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പാമ്പുകടിയേറ്റ് മരിച്ച അവറിൻ ബിനോയ് എന്ന കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചതാണെന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏതെങ്കിലും രോഗികൾ വന്നാൽ അവർ മരുന്നും പഞ്ഞിയും നൂലുമൊക്കെ ആശുപത്രികളിൽ വാങ്ങിക്കൊടുത്താൽ മാത്രമാണ് ചികിത്സ നടത്താൻ സാധിക്കുന്ന സാഹചര്യമുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ടിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായി പ്രവർത്തിക്കുന്ന ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടറാണ്. ആ ഹാരിസ് ചിറക്കലിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF 10,000 വോട്ടിന് വിജയിച്ചപ്പോഴും സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം എഴുതിയത് യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചത് സ്വരാജാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഒരു തോൽവി പോലും അംഗീകരിക്കാൻ പോലും കഴിയാത്ത കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഡോക്ടർക്ക് പോലും പറയേണ്ടി വന്നു, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൂയിസൈഡാണ് എന്റേത്. ഈ ആശുപത്രികളിൽ ഇവിടെ സൗകര്യങ്ങളില്ല, ഇവിടെ അധികാരികൾ ഇടപെടുന്നില്ല, ഈ സംവിധാനം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് അദ്ദേഹത്തിനെ പോലെ ഒരു ഡോക്ടർക്കാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കുട്ടിയുടെ പിതാവ് നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് ഡോക്ടർ BS ശ്രീരേഖയ്ക്കെതിരെ DMO റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതുവരെയും നടപടി ഒന്നും എടുക്കാൻ സർക്കാർ തയ്യാറായില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, KP സുനിൽകുമാർ, KN സജീവൻ, PV രമണൻ, ബാലമഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസർ, ഷഹീൻ K മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് സ്കൂളിൽ നാടൻ ഭക്ഷണമേള സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സ്കൂളുകളിൽ നടത്തുന്ന ദേശീയ പോഷകാഹാര ദൗത്യത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ചെറുധാന്യങ്ങൾ, ഇലക്കറികൾ, പരമ്പരാഗത പലഹാരങ്ങൾ മുതലായി പല വിഭവങ്ങളുടെ പ്രദർശനം നടന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സജീവ പങ്കാളിത്തമുണ്ടായി. PTA പ്രസിഡന്റ് മഹേഷ് DP, വൈസ് പ്രസിഡന്റ് TA നൌഷാദ്, ഹെഡ് മിസ്ട്രസ് മണി P എന്നിവർ ചേർന്ന് പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരായ സുപ്രിയ MS, ലക്ഷ്മി, തുളസി CG, അഷിത ശിഹാബ്, ബിന്ദു, സ്കൂൾ കുക്ക്, സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വന്തമായി പാചകം ചെയ്ത സ്പെഷ്യൽ ഐറ്റംസും ആയിട്ടാണ് പല മിടുക്കന്മാരും മിടുക്കികളും എത്തിയത്. ഓട്സ്, അവൽ കുക്കീസ്, ശംഖുപുഷ്പത്തിന്റെയും ബീറ്റ്റൂട്ടിന്റെയും ഇഡലി മുതലായ പുതിയ ഭക്ഷണങ്ങളും, റാഗിപ്പുട്ട്, ഉലുവ ഉണ്ട, പോഷകസമ്പുഷ്ടമായ ചെറുപയറുണ്ട, കപ്പപ്പുട്ട്, കപ്പയും കാന്താരിമുളകിന്റെ ഉൾപ്പെടെ വിവിധതരം ചമ്മന്തികളും, ചെറുധാന്യങ്ങൾ കൊണ്ടുൾപ്പെടെ ഉണ്ടാക്കിയ പലതരം അടകൾ, ഇങ്ങനെ കുട്ടികൾ പ്രദർശനത്തിന് എത്തിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നിരവധിയായിരുന്നു. പോഷണത്തിൽ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയത്തക്കതാണെന്ന് ജഡ്ജ്മെന്റ് നടത്തിയ അധ്യാപകർ പറഞ്ഞു. ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിൽ വേവിച്ചതും ഉള്ള ഭക്ഷണവും, അതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളം അടങ്ങിയ ഭക്ഷണവും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ
ഇന്നത്തെ ഈ ഭക്ഷ്യമേള കുട്ടികളെ വളരെ സമൃദ്ധമാക്കിയിട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. പ്രദർശനത്തിനോടൊപ്പം കുട്ടികൾക്ക് കപ്പയും ചമ്മന്തിയും നൽകി. അന്നമനട പാലിശ്ശേരി SNDP സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് പ്രത്യേകം വർക്ക്ഷോപ്പ് നടത്തി അവരുടെ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശപ്രകാരം ജൂലൈ 20 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ജ്യോതിശാസ്ത്രവും അതോടൊപ്പം തന്നെ ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ പ്രാധാന്യം കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ബഹിരാകാശ യാത്ര അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടത്തുന്നത്. സ്കൂൾ മാനേജർ MS ഗോപി അധ്യക്ഷത വഹിച്ചു. ഇല്യാസ് പെരുമ്പലം ക്ലാസിന് നേതൃത്വം നൽകി. പ്രധാനാധ്യാപിക ED ദീപ്തി, വാർഡ് മെമ്പർ മഞ്ജു സതീശൻ എന്നിവർ സംസാരിച്ചു. MES അസ്മാബി കോളേജിലെ NSS വോളണ്ടിയർ മുഹമ്മദ് ആദിലിന് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ക്ഷണം ലഭിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 50 NSS വോളണ്ടിയർമാരിൽ ഒരാളാണ്. രക്ഷിതാക്കളോടൊപ്പം ആദിൽ പരിപാടിയിൽ പങ്കെടുക്കും. MES അസ്മാബി കോളേജിലെ മനഃശാസ്ത്ര വിഭാഗത്തിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ ആദിൽ ഇപ്പോൾ ഹരിയാനയിൽ വെച്ച് നടക്കുന്ന നാഷണൽ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ചാലക്കുടി ബിവറേജ് കോർപ്പറേഷനിൽ മോഷണം. കൂട്ടുതകർത്ത് മോഷ്ടാക്കൾ വില കൂടിയ വിദേശ മദ്യങ്ങൾ മോഷ്ടിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും അന്നമനട പൂവത്തുശ്ശേരിയിൽ മരം വീണ് വീട് തകർന്നു. കണ്ണമ്പുഴ ലാലി ജോസഫിന്റെ വീടാണ് തകർന്നത്. ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പാമ്പുകടിയേറ്റ കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചതാണെന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.